എല്ലാവർക്കും യു കെ എൻ ജി സോണിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പുതിയൊരു ടോപ്പിക്കാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. ഡിഗ്രിക്കും അതോടൊപ്പം തന്നെ പല കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഈ ഒരു പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും കൊമേഴ്സ് റിലേറ്റഡ് ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ഗ്രോസ് കോൺസെപ്റ്റ് ഉണ്ട്, നെറ്റ് കോൺസെപ്റ്റ് ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എ ബിസിനസ് എൻ്റർപ്രൈസ് റിക്വയർ നോട്ട് ഓൺലി ഫിക്സഡ് അസറ്റ് ബട്ട് ഓൾസോ കറൻറ്റ് അസറ്റ് ഫോർ ഇറ്റ്സ് എഫിഷ്യൻറ്റ് ഫങ്ഷനിങ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് അസറ്റ് ഉണ്ടാവും, കറൻറ്റ് അസറ്റ് ഉണ്ടാവും. ഫിക്സഡ് അസറ്റിനെ പോലെ പ്രാധാന്യമുള്ളത് തന്നെയാണത് കറൻറ്റ് അസറ്റ് എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്നുള്ളത്. കറൻറ്റ് അസറ്റ്സ് ആർ റിക്വയർഡ് ടു മേക്ക് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ്സ് വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമുക്കെന്താണ് കറൻറ്റ് അസറ്റ്സും അനിവാര്യമായിട്ടുള്ളതാണ്. ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഫിക്സഡ് അസറ്റ് ഈസ് കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ, ബ്ലോക്ക് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ഫിക്സഡ് അസറ്റിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ആ ഒരു എമൗണ്ടിനെ പറയുന്നതാണത് ബ്ലോക്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ എന്നുള്ളത്. അതുപോലെ തന്നെ ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറൻറ്റ് അസറ്റ് ഇസ് നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലാണ് പറയുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റാണ് പറയുന്നത്. അപ്പം കറൻറ്റ് അസറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, എമൗണ്ട് കറൻറ്റ് അസറ്റിലേക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് വിളിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദസ് എ ബിസിനസ് എൻ്റർപ്രൈസ് റിക്വയർ ടു ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ, നെയിംലി ദ ഫിക്സഡ് ക്യാപിറ്റൽ ആസ് വെൽ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. രണ്ടും അനിവാര്യമായിട്ടുള്ളതാണ്, ഫിക്സഡ് ക്യാപിറ്റൽ അതോടൊപ്പം തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്. അപ്പോൾ ഒരു ഐഡിയ എത്തിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്. ദെൻ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നോക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിക്വയർ ഫോർ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ സാലറി, വേജസ്, റെൻറ്റ്, അഡ്വർടൈസിങ് ഇതിലൊക്കെ ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചറും അതോടൊപ്പം തന്നെ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യുന്ന ബന്ധപ്പെട്ടുള്ളതാണത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നീഡഡ് ഫോർ ദ ഹോൾഡിംഗ് സം കൺവേർട്ടബിൾ അസറ്റ്സ്. കൺവേർട്ടബിൾ അസറ്റ്സ് അതായത് കറണ്ട് അസറ്റ്സ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക്, ബുക്ക് ഡെപ്റ്റ്, ബിൽസ് റെസീവബിൾ ആൻഡ് ക്യാഷ് പോലുള്ള അസറ്റ്സ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് നീഡഡ് ഫോർ ഹോൾഡിംഗ് സം കറണ്ട് അസറ്റ്സ്, സം കൺവേർട്ടബിൾ അസറ്റ്സ് എന്ന് പറയാം. ദ ഫേം ഓപ്പറേറ്റ്സ് ഇറ്റ്സ് ബിസിനസ് ത്രൂ ദീസ് അസറ്റ്സ്. അതായത് ഫേം പ്രവർത്തിക്കുന്ന എന്താണ് ഈ കറണ്ട് അസറ്റ്സിന് മുകളിലും കൂടിയാണ് കറണ്ട് അസറ്റ്സും പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദ അസറ്റ്സ് ആർ കൺവേർട്ടബിൾ ഇൻ ദ സെൻസ് ദാൻ ദീസ് ചേഞ്ച് ഫ്രം വൺ ഫോം ഓഫ് അസറ്റ് ടു അനദർ. ഓക്കെ, ക്യാഷ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ എന്ത് ചെയ്യും, ക്യാഷ് റോ മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു റോ മെറ്റീരിയലാണ് വർക്കിന് പ്രോഗ്രസ് ആവുന്നത്. വർക്കിന് പ്രോഗ്രസ് ആണ് പിന്നീട് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത്. ആ ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണ് ബുക്ക് ഡെപ്റ്റ്സ് ആൻഡ് ബിൽസ് റെസീവബിൾ, ദെൻ ബുക്ക് ഡെപ്റ്റ്സ് ആൻഡ് ബിൽസ് റെസീവബിൾ ഇൻ ടു ക്യാഷ് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു സൈക്കിൾ പോലെ, ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയും. വർക്കിംഗ് ക്യാപിറ്റൽ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നാണ് പറയുക. ആദ്യം എന്താണ് ക്യാഷ് അതിനെ റോ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്യുന്നു, റോ മെറ്റീരിയൽ വർക്കിംഗ് പ്രോഗ്രസ് ആവുന്നു, വർക്കിംഗ് പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നു, ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ളത് ഇൻ ടു ബുക്ക് ഡെപ്റ്റ്സ് ആൻഡ് റെസീവബിൾസ്, ദെൻ ബുക്ക് ഡെപ്റ്റ്സ് ആൻഡ് റെസീവബിൾസ് ഇൻ ടു ക്യാഷ്. അപ്പോൾ എന്താണ് ഒരു സൈക്കിൾ പോലെ പോകും. നമുക്കത് ഇതിന് തുടർന്ന് വരുന്ന ഭാഗങ്ങളിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, വർക്കിംഗ് ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് എന്നൊക്കെ കൊണ്ട് പറയുന്നുണ്ട്. ദസ് ദ എമൗണ്ട് ഗോസ് ഓൺ സർക്കുലേറ്റിംഗ് ഓർ റിവോൾവിംഗ് ഫ്രം ക്യാഷ് ടു കറൻറ്റ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് അസറ്റ്സ് ടു ക്യാഷ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ എന്താണ് എമൗണ്ട് എന്തെങ്കിലും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ റിവോൾവ് ചെയ്യപ്പെടുന്നു പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്തുകൂടി പറയുന്നുണ്ട് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിവോൾവിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് നമുക്ക് ഈസിലി കൺവേർട്ടബിൾ ആക്കാൻ പറ്റുന്നതുകൊണ്ട് ലിക്വിഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്
വർക്കിംഗ് ക്യാപിറ്റൽ തന്നെയാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ദ കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വാസ് പെർഹാപ്സ് ഫസ്റ്റ് ഇവോൾവ് ബൈ കാർൽ മാർക്സ് ആണ് ഫസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഹി യൂസ്ഡ് ദ ടേം വാരിയബിൾ ക്യാപിറ്റൽ എന്നൊരു ടേമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. കാർൽ മാർക്സ് ഡിഫൈൻ വർക്കിംഗ് ക്യാപിറ്റൽ ആസ് വാരിയബിൾ ക്യാപിറ്റൽ കൺസിസ്റ്റിംഗ് ഓഫ് വേജ് ഫണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു വാരിയബിൾ ക്യാപിറ്റൽ എന്നൊരു ഇതിനകത്താണ് ഈ ഒരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ മറ്റൊരു ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ എമൗണ്ട് ഓഫ് ഫണ്ട് നെസസറി ടു കൺവർ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ എൻ്റർപ്രൈസസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ ഓപ്പറേറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് കവർ ചെയ്യുന്ന ഫണ്ടിനെയാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെസസറി ഫണ്ട് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഡെഫിനേഷനോടെ പറയുന്നുണ്ട്. ആദ്യം ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് ഐഡിയ മനസ്സിലാക്കി കൊണ്ടുവരാം. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ഫണ്ട്. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ നമുക്ക് എന്ത് വിളിക്കാം, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് നെറ്റ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയാം. നെറ്റ് ക്യാഷ് ഇൻഫ്ലോ ഇറ്റ് ഈസ് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റിക്വയർഡ് ടു ഓപ്പറേറ്റ് എ ബിസിനസ് ഓൺ ഡേ ടു ഡേ ബേസ്. ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ദെൻ നമ്മളതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ രണ്ട് കോൺസെപ്റ്റാണ്, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. രണ്ട് കോൺസെപ്റ്റാണുള്ളത്. ഒന്ന് ഗ്രോസ് കോൺസെപ്റ്റ് ഉണ്ട്, രണ്ടാമത്തെയാണ് നെറ്റ് കോൺസെപ്റ്റ് എന്നുള്ള. രണ്ടും പ്രധാനപ്പെട്ട ചിലതാണ്, അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റും കൂടിയാണ്. ഒന്നാമത് നോക്കാം ഗ്രോസ് കോൺസെപ്റ്റ് എന്നുള്ളത്. അക്കോർഡിംഗ് ടു ഗ്രോസ് കോൺസെപ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ്. ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫണ്ടിനെയാണ് എന്ന് വിളിക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് പ്രകാരം, ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം. ദസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്. അതായത് ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടലാണ്. ദ വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ദിസ് കോൺസെപ്റ്റ് ഈസ് യൂസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ് ടു ഇവാലുവേറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ആൻഡ് ടു എൻഷുർ ഒപ്റ്റിമൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റ്സ്. ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റ്സിനകത്തുള്ള ഒപ്റ്റിമൽ ഇൻവെസ്റ്റ്മെൻറ്റ് എൻഷുർ ചെയ്യാനും അതോടൊപ്പം തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻസ്, കറണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നതാണ്. ദ ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റാണ്. ദ ഗ്രോസ് കോൺസെപ്റ്റ് അതിനകത്തുള്ള കുറച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ദിസ് കോൺസെപ്റ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റൈനിങ് ദ കറക്റ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദ റൈറ്റ് ടൈം. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റ്സ് പ്ലാൻ ചെയ്യും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു മാക്സിമൈസ് ദ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്താണ് ഗ്രോസ് കോൺസെപ്റ്റ് എന്നുള്ളത് സഹായിക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഗ്രോസ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക് നെറ്റ് കോൺസെപ്റ്റ് എന്നുള്ള. നെറ്റ് കോൺസെപ്റ്റിനകത്ത് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറന്റ് ലയബിലിറ്റി. എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറന്റ് ലയബിലിറ്റി, അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റി. അതാണെന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത്, ടു ബി മോർ ക്ലിയർ, വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ കറന്റ് ലയബിലിറ്റി. ഓക്കെ, ദസ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു നെറ്റ് കറണ്ട് അസറ്റ്സ് എന്ന് പറയാം. നെറ്റ് കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ കറന്റ് ലയബിലിറ്റി എന്നുള്ളത്. അതാണെന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഏത് പ്രകാരം, നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം. ദ വർക്കിംഗ് ക്യാപിറ്റൽ ആസ് പെർ നെറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയും. ദ നെറ്റ് കോൺസെപ്റ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് ആണ്. അത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഇതെന്താണ്, ക്വാളിറ്റേറ്റീവ് കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് ഇറ്റ് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കറണ്ട് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റി. കറണ്ട് അസറ്റ്സും കറന്റ് ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത്, നെറ്റ് കോൺസെപ്റ്റിനകത്ത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ഡെഫിനേഷൻ ടു നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഡെഫിനേഷൻ കൂടി നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ്
The net working capital is that portion of firm's current asset which is financed with long-term funds. The portion of current asset which is financed with long-term funds, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രകാരമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ക്യാൻ ബി പോസിറ്റീവ് ആവും, ചിലപ്പോൾ നെഗറ്റീവ് ആവും. കാരണം ഇവിടുന്നാണ് ടോട്ടൽ കറണ്ട് അസറ്റ്സ് മൈനസ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി അല്ല. കറണ്ട് അസറ്റ്സ് ആണ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി കറണ്ട് ലയബിലിറ്റിയാണ് കൂടുതലെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. വെൻ കറണ്ട് അസറ്റ്സ് എക്സ്ചേഞ്ച് കറണ്ട് ലയബിലിറ്റീസ് ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ വെൻ കറണ്ട് ലയബിലിറ്റീസ് ആർ ഇൻ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റിയാണ് കൂടുതലെങ്കിൽ എന്തായിരിക്കും, നോർമലി നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും ഉണ്ടാവുക. ദ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് ഹാസ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് എൻഷുർ ഫേംസിൻ്റെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇറ്റ് എനേബിൾ ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ടു അസസ് ദ ഷോർട്ട് ടേം സോൾവൻസി. ഒരു ഫേമിൻ്റെ ഷോർട്ട് ടേം സോൾവൻസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. Then it indicates the extent to which the working capital can be financed from long term fund. അതിൻ്റെ ഒരു എക്സ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടി വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ് ലോങ് ടേം ഫണ്ട് വെച്ച് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ആ ഒരു എക്സ്റ്റൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇറ്റ് ഈസ് an indicator of financial soundness of the enterprise. ഫിനാൻഷ്യൽ സൗണ്ട്നെസ് എന്താണ് ചെക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓർ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ബട്ട് നെറ്റ് കോൺസെപ്റ്റ് ഈസ് എ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതൊന്ന് കൃത്യമായി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. വൺ വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, പല കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ ഓർ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ്. നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ദ നെറ്റ് കോൺസെപ്റ്റ് മേ ബി സൂട്ടബിൾ ഓൺലി ഫോർ ദ സോൾ ട്രേഡ് പാർട്ട്ണർഷിപ്പ് ഫേമിനകത്ത് മാത്രമേ സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ, നെറ്റ് കോൺസെപ്റ്റ് എന്നുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. ബട്ട് ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ടു ദ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനകത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണ്, ഗ്രോസ് കോൺസെപ്റ്റാണ്. ഓക്കെ, ഗ്രോസ് കോൺസെപ്റ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ, ഇപ്പോൾ ഗ്രോസ് കോൺസെപ്റ്റ് എന്നുള്ളത് പറഞ്ഞു, കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനകത്ത് സ്യൂട്ടബിൾ ആയിട്ട് എന്താണ്, ഗ്രോസ് കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ എന്താണ്, സോൾ ട്രേഡ് പാർട്ട്ണർഷിപ്പ് ഫേമിനകത്തൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നെറ്റ് കോൺസെപ്റ്റാണ്. ദ ഗ്രോസ് കോൺസെപ്റ്റ് സപ്പോർട്ടഡ് ബേക്കർ, മെഡ് എന്നെ കുറച്ച് നമ്മുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ്, മിൽ, ഇവരൊക്കെ ഗ്രോസ് കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ നെറ്റ് കോൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരോട് പറയുന്നുണ്ട്. ലിങ്കൺ, സ്റ്റീവൻ, ഡോറിസ് എന്നുള്ള കുറച്ച് പേരുകളോട്, അന്ന് ആ പേരുകളൊന്ന് നോക്കാം നിങ്ങൾ. ദെൻ ഓഫ് ദ ടു ദ കോൺസെപ്റ്റ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് എന്താണ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ബോത്ത് കോൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആർ ടു ഫേസസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് രണ്ട് മുഖങ്ങളാണ്, രണ്ട് രീതിയിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മാനേജ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിനകത്ത് നമുക്ക് പറയാം. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. പരമാവധി ക്ലാസ് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.